കേരള ജമിയത്തുൽ ഉലമയുടെ 1936 രജിസ്റ്റർ ചെയ്ത ഭരണഘടനയാണ് എന്റെ കൈവശത്തിലുള്ളത്. ഈ ഭരണഘടനയിൽ തന്നെ ആ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഉദ്ദേശങ്ങൾ പരിശുദ്ധ ഇസ്ലാം മതത്തിന്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. അതാണ് സമസ്ത കേരള ജമിയത്തുകളുടെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തേത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിനും ആചാരത്തിനും എതിരായ പ്രസ്ഥാനങ്ങളെയും പ്രചരണങ്ങളെയും നിയമാനുസരണം തടയുകയും അത്തരം അബദ്ധങ്ങളെ കുറിച്ച് മുസ്ലിങ്ങൾക്ക് ബോധമുണ്ടാക്കി തീർക്കുകയും ചെയ്യുക. CABC ഇങ്ങനെ ഇംഗ്ലീഷ് അക്ഷരമാലയിലാണ് ഓരോ വകുപ്പും പറയുന്നത്. മുസ്ലിം സമുദായത്തിന് മതപരമായും സാമുദായികമായും ഉണ്ടായിരിക്കേണ്ട അവകാശാധികാരങ്ങളെ സംരക്ഷിക്കുക. മതവിദ്യാഭ്യാസത്തെ പ്രചരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് പുറമെ മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഹാനി തട്ടാത്ത വിധത്തിലുള്ള ലൗകിക വിദ്യാഭ്യാസ വിഷയത്തിലും വേണ്ടത് പ്രവർത്തിക്കുക. അങ്ങനെ സമസ്ത കേരള ജമിയത്തുകളുടെ ഭരണഘടനയാണ് ഞാൻ വായിക്കുന്നത്. ഭൗതിക വിദ്യാഭ്യാസം വേണം, അതേസമയത്ത് മതത്തിന് യാതൊരു ഹാനികരവും ആകാത്ത വിധത്തിൽ ആയിരിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം. മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ഗുണത്തിനും സമുദായ മധ്യേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അധർമ്മം, അനൈക്യം, അരാജകത്വം, അന്ധവിശ്വാസം ഇത്യാദികളെ നശിപ്പിച്ച് സമുദായത്തിന്റെയും മതത്തിന്റെയും അഭിവൃദ്ധിക്കും ഗുണത്തിനും വേണ്ടി പരിശ്രമിക്കുക. മേൽപ്പറഞ്ഞ സംഗതികൾ സമാധാനമായും ശറഇനും നിയമത്തിനും അധീനമായും നടപ്പിൽ വരുത്തുക. ഒരു കാര്യം പറയട്ടെ, ആ മഹാന്മാർ ഉയർത്തിപ്പിടിച്ച പതാകയും അവരുയർത്തിപ്പിടിച്ച ആശയവും ഒരൽപ്പവും താഴോട്ട് പോകാതെ അത് ഉയർത്തിക്കൊണ്ടുപോകാൻ ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നും പ്രതിജ്ഞാബദ്ധമാണ്. അതിന്റെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കാൻ അൽഹംദുലില്ലാഹ് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളും അതിന് സന്നദ്ധരാണ്. നമ്മൾ ഒരിക്കലും സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവർ അല്ല. നമ്മുടെ മുൻഗാമികളും സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയവർ അല്ല. സമുദായത്തിന് എവിടെയാണോ ഉറുമ്പരിക്കാൻ പോകുന്നത്, എവിടെയാണോ ചെതലരിക്കാൻ പോകുന്നത്, എവിടെയാണോ സമുദായത്തിന്റെ ആശയം നശിപ്പിക്കാൻ പോകുന്നത്, അതിനെ ആരാണ് അപ്പുറത്തുള്ളത് എന്ന് നോക്കാതെ അല്ലാഹുവിന്റെ ദീൻ കൃത്യമായി ഇവിടെ പഠിപ്പിക്കുക എന്ന ഡ്യൂട്ടിയാണ് നമ്മുടെ മുൻഗാമികളായ മഹാന്മാര് ചെയ്തത്. അത് പിന്തുടർന്നുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അന്നും ഇന്നും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇനി ഒരു സംഗതി കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 1989 ഒരു പത്ര റിപ്പോർട്ട് ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കുകയാണ്. 1989 ഒരു പത്ര റിപ്പോർട്ട്. എന്താണ്? മാതൃഭൂമിയുടെ ഒരു റിപ്പോർട്ടാണ്. 1989 മെയ് 30. മുബാഹല നടത്തിയവർ ഇസ്ലാമിനെ കളങ്കപ്പെടുത്തി. കാന്തപുരം, കൊടിയത്തൂർ അഹ്മദിയ പ്രസ്ഥാനക്കാരുമൊത്ത് മുബാഹല നടത്തിയ മുസ്ലിം വിഭാഗക്കാർ ഇസ്ലാമിനെ കളങ്കപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP മുസ്ലിയാർ കുറ്റപ്പെടുത്തി. ഇത് 1989 റിപ്പോർട്ടാണ് ഞാൻ വായിക്കുന്നത്. എന്നിട്ട് അതിലെന്താ പറയുന്നത്? തിങ്കളാഴ്ച രാത്രി കൊടിയത്തൂരിൽ വമ്പിച്ച സുന്നി സമ്മേളനത്തെ അഭിസംബോധനം ചെയ്തു സംസാരിക്കുകയായിരുന്നു കാന്തപുരം. കൊടിയത്തൂരിൽ നടന്ന മുബാഹല ഇസ്ലാമികമല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ കൂട്ടിക്കുഴച്ച് പ്രശ്നപരിഹാരം സാധ്യമല്ല. സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തുപോയ 72 വിഭാഗങ്ങളും ഒരേ സ്വരത്തിൽ എതിർക്കുന്നവരാണ് ഖാദിയാനികൾ. അവർ മുസ്ലിങ്ങളല്ലെന്ന് ഇസ്ലാമിക ലോകം നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതാദ്യം പ്രഖ്യാപിച്ച സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഖാദിയാനികളെ സംബന്ധിച്ച് ആദ്യം പ്രഖ്യാപിച്ചത് സമസ്തയാണ്. പിന്നീടാണ് ലോകമൊക്കെ അതിനോട് പിന്തുടർന്നുകൊണ്ട് പ്രഖ്യാപിച്ചത്. ഇക്കാര്യത്തിൽ മുബാഹലക്ക് പ്രസക്തിയില്ല. ആദം നബിയിൽ നിന്ന് തുടങ്ങിയ നബി പരമ്പര മുഹമ്മദ് നബിയിൽ അവസാനിച്ചതായി ഖുർആനിലും ഹദീസിലും ഒക്കെ വ്യക്തമാണ്. ഇപ്പോൾ മുബാഹല നടത്തിയവർ ഖാദിയാനികളുടെ വിശ്വാസത്തിന് പിന്തുണ നൽകുകയാണ് ഫലത്തിൽ ചെയ്തിരിക്കുന്നതെന്ന് അറബ് ലോകം നേരത്തെ തന്നെ പുച്ഛിച്ചു തള്ളിയ വെല്ലുവിളിയാണ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്.
അചഞ്ചലമായ വിശ്വാസത്തിന് മറ്റു മതക്കാർക്ക് പോലും മാതൃകയാണ് ഇസ്ലാം. 6 മാസത്തിനുള്ളിൽ തീരുമാനിക്കേണ്ട കാര്യവുമല്ല കാന്തപുരം പറഞ്ഞു. അതായത് അന്നൊരു ശാപപ്രാർത്ഥന നടത്തി, ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ അറിയില്ല, 89-ലുണ്ടായ സംഭവമാണ്. ആ ശാപപ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചത് എന്താണ്? അതിൽ പങ്കെടുക്കുന്ന ഖാദിയാനി ഒരു ഭാഗത്ത്, പിന്നെയോ മഹാനായ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള, അതേ താജുൽ ഉലമ അടക്കമുള്ള, നൂറുൽ ഉലമ അടക്കമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒന്നിച്ച് മറുവശത്ത് എന്നിട്ട് മുബാഹല നടത്തി. ആ മുബാഹല സമസ്തയുടെ പ്രസക്തി പറയാനാണ് ഞാൻ പറയുന്നത്. ആ മുബാഹലയിൽ 6 മാസത്തിലടക്ക് ഇതിൽ സത്യത്തിന്റെ ആളുകൾ ആരാണോ അസത്യത്തിന്റെ ആളുകൾ ആരാണോ അവർക്ക് എന്തെങ്കിലും ഒരു വിപത്ത് സംഭവിക്കണം എന്നാണ് മുബാഹലയിൽ ശാപപ്രാർത്ഥന നടത്തിയിരുന്നത്. അങ്ങനെ 6 മാസം കഴിഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, സമസ്ത ഇല്ലെങ്കിൽ ഇവിടെ എന്തായിരുന്നു സംഭവിക്കാന്ന് ആലോചിക്കണം. 6 മാസം കഴിഞ്ഞു. അപ്പോഴതാ ദേശാഭിമാനിയിൽ 4/12/89 ഒരു റിപ്പോർട്ട് വരുന്നു. ഇങ്ങനെ വിശദീകരിച്ചിട്ട് ഉള്ള റിപ്പോർട്ട് അതിൽ പറയാണ്, അതെന്തായാലും ഇക്കഴിഞ്ഞ മെയ് 28-ന് കൊടിയത്തൂരിൽ മുബാഹല നടന്നു. ഒരു വശത്ത് അഹമ്മദി മുസ്ലിമീങ്ങൾ അണിനിരന്നപ്പോൾ, അത് അവരെ പ്രയോഗമാണ്, അഹമ്മദി മുസ്ലിം വെള്ളച്ചായ എന്ന് പറയുമ്പോൾ ചായപ്പിടി ഉണ്ടാവില്ല. അപ്പോ അഹമ്മദി മുസ്ലിമീങ്ങൾ അണിനിരന്നപ്പോൾ മറുവശത്ത് AP സുന്നി വിഭാഗം ഒഴികെയുള്ള എല്ലാ അനഹമ്മദികളുടെയും മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളുടെയും പ്രത്യക്ഷമോ പരോക്ഷമോ ആയ പിന്തുണയുള്ള അഞ്ചുമൻ നിശായത്തെ ഇസ്ലാമിന്റെ പ്രതിനിധികളാണ് അണിനിരന്നത്. അതിലിടക്ക് ഒരു വാചകം ഞാൻ വായിക്കാതെ വിട്ടിട്ടുണ്ട്. അത് ഞാൻ ഏതെങ്കിലും ഒരു സംഗതി വായിക്കുന്നതിൽ ഹൈറുണ്ടെങ്കിലല്ലേ വായിക്കാവൂ, അതുകൊണ്ട് വായിക്കാതെ വിട്ടതാണ്. അതെന്തായാലും ഇത് പറയാണ്. അതിന് ശേഷം പറയാണ്, മീർസ ഗുലാം അഹമ്മദ് ദൈവനിയുക്തനായ സന്ദേശവാഹകനാണോ അല്ലയോ എന്ന കാര്യത്തിൽ തങ്ങളിൽ ആരാണോ കളവ് പറയുന്നത് അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപം വർഷിക്കുമാറാകട്ടെ എന്നതായിരുന്നു കൊടിയത്തൂരിലെ പൊതുവേദിയിൽ അവർ നടത്തിയ പ്രാർത്ഥനയുടെ ചുരുക്കം. ശാപം ഉടൻ പ്രത്യക്ഷപ്പെടണമെന്ന് ആവശ്യപ്പെടാതിരിക്കാനുള്ള വിവേകം ഇരുപക്ഷവും പ്രകടിപ്പിച്ചു. ദൈവജ്ഞ പ്രതികരണം 6 മാസത്തിനകം മതിയെന്നായിരുന്നു ഉഭയകക്ഷി തീരുമാനം. പഠിച്ചവന്റെ തീരുമാനത്തിന് 6 മാസം അള്ളാഹ് അവധി കൊടുത്തു. ചിന്തിക്കാൻ ദൈവത്തിനും സാവകാശം വേണമല്ലോ. ദേശാഭിമാനിന്റെ വകയിൽ അതിന് ഒന്ന് കോറിയ ആയിട്ട് പറയാണ്. തന്നെയുമല്ല, മറുപക്ഷത്ത് വല്ലവരും അപകടത്തിൽ പെടുകയോ മരിക്കുകയോ മാറാരോഗത്തിന് അടിമപ്പെടുകയോ ചെയ്തുവോ എന്ന് നിരീക്ഷിക്കാൻ 2 കൂട്ടർക്കും ദീർഘമായ ഇടവേളയും ആവശ്യമാണ്. ഈ ഇടവേളയാണ് നവംബർ 28-ന് അവസാനിച്ചത്. ഒട്ടും കുറവയുമായി നടത്തപ്പെട്ട ശാപപ്രാർത്ഥനയോട് ദൈവം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ശാരീരികമോ മാനസികമോ ആർത്ഥികമോ ആയ ഓറലുകളൊന്നും ഏൽക്കാതെ മുബാഹലയിൽ പങ്കെടുത്തവരും അവരുടെ കുടുംബാംഗങ്ങളും സസുഖം വാഴുന്നു. അഹമ്മദികൾക്കോ അനഹമ്മദികൾക്കോ അനുകൂലമായി ദൈവം അനങ്ങാതിരുന്നത് ജനങ്ങൾക്കിടയിൽ പുതിയ സംശയത്തിന് വിത്ത് പാകിയിരിക്കുന്നു. 2 കൂട്ടരും ഇതുവരെ പൊക്കി നടന്ന ദൈവം യഥാർത്ഥത്തിൽ ജീവിച്ചിരിപ്പില്ലേ എന്നതാണ് സംശയം. നിങ്ങൾ ആലോചിക്കണം. സുന്നത്ത് ജമാഅത്ത് വിട്ട് മറ്റുള്ള ആളുകളെ കൂട്ടി അവര് പറയുന്നത് പോലെ നമ്മുടെ ആലിമീങ്ങൾ നീങ്ങിയിരുന്നുവെങ്കിൽ ഇന്ന് അല്ലാഹുവിനെ സംബന്ധിച്ച് അവൻ ആസ്തിക്യം ചോദ്യം ചെയ്യുന്ന നിരീശ്വരവാദിക്ക്, നിർമ്മതവാദിക്ക് മറുപടി പറയാൻ കഴിയാതെ ഈ സമുദായം ഉത്തരം മുട്ടുമായിരുന്നു. പക്ഷേ മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് അന്ന് തന്നെ സമസ്ത കേരള ജമിയത്തിന്റെ സെക്രട്ടറി കാന്തപുരം ഉസ്താദ് അന്ന് തന്നെ പറഞ്ഞു, ഇത് സമുദായത്തിന് ബാധകമല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവർക്കും ഇന്ന് നിവർന്നു നടക്കാം, അല്ലെങ്കിൽ മറുപടി ഇല്ലാതെ കുടുങ്ങുകയില്ലായിരുന്നു. അപ്പൊ ഞാനിത് പറഞ്ഞത് എന്തിനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതാണ് സമയത്ത് എന്ന് മാത്രമല്ല, എന്റെ കൈവശത്തിലുണ്ട്, ഇപ്പൊ സമയമില്ലാത്ത വായിക്കുന്നില്ല പത്രങ്ങള്. പരിശുദ്ധ ഖുർആനിൽ ഈ
അഞ്ചുമൻ നിശായത്ത് ഇസ്ലാമി എല്ലാവരും കൂടി എല്ലാ മുക്കൂട്ട് കമ്പനിയും കൂടിയിട്ട് നടത്തിയ ഈ ശാപ പ്രാർത്ഥനക്ക് ഫലം കാണുമെന്ന് ഖുർആനിലുണ്ട് എന്നെഴുതിയ പത്രവും എന്റെ അടുക്കൽ. അപ്പൊ ഇങ്ങനെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്ന കക്ഷികൾ ഇവിടെ മഹാനായ ഇമാം അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായതുപോലെ നമ്മുടെ ഈ യുഗത്തിലും സമസ്ത കേരള ജമിയത്തും ഉണ്ടാക്കിയ യുഗത്തിലും ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ദീനിനെ നശിപ്പിക്കുന്ന കക്ഷികൾ ഉണ്ടായപ്പോൾ ആ പാരമ്പര്യം, മഹാന്മാരായ ഇമാമിങ്ങളെ പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അന്നും ഇന്നും എന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതലായി പറയുന്നില്ല. പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് കക്ഷികൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെ മുസ്ലിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല എന്നതാണ്. പരിശുദ്ധ ഖുർആൻ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, നിങ്ങൾ അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കണം. വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിക്കരുത്. അല്ലാഹുവിന്റെ ദീന് നബിതങ്ങൾ എന്താണോ പഠിപ്പിച്ചത്, സ്വഹാബത്ത് എന്താണോ പഠിപ്പിച്ചത്, അയിമ്മത്ത് എന്താണോ പഠിപ്പിച്ചത്, അത് അങ്ങനെ തന്നെ മുറുകെ പിടിക്കണം. അതിൽ പിന്നെ ഓരോരുത്തർ ഓരോ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി, ഓരോ ആശയങ്ങൾ ഉണ്ടാക്കി പുറത്തു പോകാൻ പാടില്ല എന്നത് ഖുർആൻ പഠിപ്പിച്ചതാണ്. എന്തായാലും കഴിയില്ല, കുറച്ചാളുകൾക്ക് അങ്ങനെ കഴിഞ്ഞേക്കാം. പക്ഷേ ഫലം യകുൻ ഫീ ലുസൂമിൽ അബ്ദാനി മഅനാ, കുറച്ചാളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് ഒരു ചുക്കും ഇവിടെ വരാനില്ല, ഒന്നും കിട്ടാനില്ല, മറിച്ച് ഒരു കാര്യവും അതുകൊണ്ടില്ല. അപ്പൊ അല്ലാഹുവിന്റെ ഖുർആൻ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ എന്ന് പറഞ്ഞതും നബിതങ്ങൾ ഫൽയൽസമിൽ ജമാഅ എന്ന് പറഞ്ഞതും അതേ അതിന്റെ അർത്ഥം ആശയം മുറുകെ പിടിക്കണം. ആ നബിതങ്ങളുടെ സ്വഹാബത്ത് മുതൽക്ക് ഇന്ന് വരെ നടന്നു വന്ന ആശയം മുറുകെ പിടിക്കണമെന്നാണ്. അപ്പൊ ഇമാമിന്റെ ജമാഅത്ത് ഇസ്ലാമി അറിയത്തിലാണ് ഇതൊന്നും ശരിയില്ല എന്നാ തെബിലി ജമാഅത്ത് പറയും. ഇങ്ങനെ എല്ലാവരും ഓരോരുത്തരും നരകത്തിലാണെന്ന് വിധിക്കുന്നു. ഇങ്ങനല്ലല്ലോ നമ്മുടെ ഇമാമിങ്ങൾ, അങ്ങനെയല്ലല്ലോ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതണം എന്ന് മാത്രമല്ല പഠിപ്പിച്ചിട്ടുള്ളത്, ഖുനൂത്ത് വിട്ടുപോയാൽ 2 സുജൂദ് ചെയ്യണം എന്നുമല്ല, ഖുനൂത്ത് ഓതുന്ന സമയത്ത് കൈ ഉയർത്തി പിടിക്കണം. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനിക്കുകയാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിലേക്ക് സിയാറത്തിന് പോവുകയാണ്. അത് പോയതിന്റെ പേരിൽ ലോകത്ത് ഒരു ഹനഫി മദ്ഹബുകാരനും ഇതാ ഇമാം ശാഫിഈ നേരത്തെ പറഞ്ഞ ഖുനൂത്തിന്റെ ആശയമൊക്കെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കാരണം എന്തുകൊണ്ടാണ്? സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്കിടയിൽ ശാഖാപരമായ വീക്ഷണ വ്യത്യാസം ഉണ്ടായാലും പരസ്പരം ബഹുമാനിക്കണം എന്ന ആശയമാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാ പഠിപ്പിച്ചത്. രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.